ഹായ്, PB സെക്ടറിൽ നിന്നുള്ള മൂന്നാമത്തെ കമ്പനിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്റർ ആർച്ച് ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് കമ്പനിയുടെ പേര്. ഇത് മൂന്നാമത്തെ കമ്പനിയാണ്. ഓൾറെഡി നമ്മൾ ഇപാക്കിന്റെ അതേപോലെ M&Bയുടെ ബിസിനസ് നമ്മളോട് അനാലിസിസ് ചെയ്തിരുന്നു. സോ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് PB സെക്ടർ എന്താണെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. ബേസിക്കായിട്ട് ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കമ്പനികളും പറയുന്നത് 10-12% ഗ്രോത്ത് സെക്ടറിലുണ്ടെന്നുള്ള കാര്യമാണ്. അതേപോലെ അവിടെ എല്ലാവരും കുറച്ചും കൂടെ ബിസിനസ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്ന് ഓർഗനൈസ്ഡിലേക്ക് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് 55-60% അൺഓർഗനൈസ്ഡ് ആണെങ്കിൽ അത് 50-55 കുറയും. ഓർഗനൈസ്ഡ് പ്ലേയേഴ്സ് 40-45 നിന്ന് 45-50% മാറാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇതെല്ലാം ഒരു 3 to 4 ഇയേഴ്സിലെ കാര്യമാണ്. 2030 മുമ്പായിട്ട് ഈ ഒരു രീതിയിലുള്ള ഗ്രോത്ത് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സെക്ടറിൽ മൊത്തത്തിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. സോ അതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് കമ്പനികളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെ പെർഫോം ചെയ്തിരിക്കുന്ന മൂന്നാമതൊരു കമ്പനിയാണ് ഈ ഇന്റർ ആർച്ച് എന്ന് പറഞ്ഞാൽ. ഇവർ ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ PB സെക്ടറിൽ ഒരു രണ്ടാമത്തെ വലിയ കമ്പനിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. കിർബി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. അത് കുവൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ആ കമ്പനിയാണ് ഈ സെക്ടറിലെ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനി. പക്ഷെ അവർ മാർക്കറ്റിൽ ലിസ്റ്റഡ് അല്ല. നമ്മൾ ലിസ്റ്റഡ് പ്ലേയേഴ്സിൽ PBയിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കമ്പനികളിൽ ഏറ്റവും വലിയ കമ്പനി ഇതാണെന്ന് പറയേണ്ടി വരും. സോ ഇവരുടെ ഗ്രോത്ത് റേറ്റ് ഇപ്പോൾ Q2 റിസൾട്ട് വന്നിട്ടില്ല. Q2 റിസൾട്ട് ഇന്നിപ്പോൾ November 1 November 6 Q2 റിസൾട്ട് വരുന്നത്. സോ നമ്മളിപ്പോൾ Q1 റിസൾട്ടും അതേപോലെ ബേസിക്കായിട്ട് കമ്പനിയുടെ അനാലിസിസും അതുപോലെ പീർസുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് Q2 റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇതെല്ലാം എടുത്ത് വീണ്ടും ചെക്ക് ചെയ്യാനായിട്ടും അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാനായിട്ടും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് Q1 റിസൾട്ട് നോക്കിയാൽ ഇവർ റവന്യൂ ഗ്രോത്ത് വന്നിരുന്നത് 25.5% ആണ്. അതേപോലെ എബിറ്റ ഗ്രോത്ത് വന്നിരിക്കുന്നത് അറൌണ്ട് 16-17% ആണ്. അതേപോലെ പാറ്റ് വന്നിരിക്കുന്നത് 40% ആണ്. എബിറ്റ മാർജിൻ വന്നിരിക്കുന്നത് 8.3% ആണ്. സോ ഇതാണ് ഫിനാൻഷ്യൽ ഫിഗേഴ്സ്. ഇനി ബേസിക് ആയിട്ട് ഈ PB സെക്ടറിൽ ഇവർ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവർ ഈ സെക്ടറിലെ ഏകദേശം രണ്ടാമത്തെ വലിയ പ്ലെയർ ആണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1,60,000 മെട്രിക് ടൺ ആണ് ഇപ്പോഴുള്ള കപ്പാസിറ്റി. ടോട്ടൽ ഇവർക്ക് 5 പ്ലാന്റുകളുണ്ട്. 2 തമിഴ്നാട്ടിലും 2 ഉത്തരാഖണ്ഡിലും 1 ആന്ധ്രാപ്രദേശിലുമാണ് ഉള്ളത്. അതിൽ ആന്ധ്രാപ്രദേശിലെ പ്ലാന്റിലും ഉത്തരാഖണ്ഡിലെ പ്ലാന്റിലും ഇവരിപ്പം ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത് ഈ Q2 കംപ്ലീറ്റ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ എക്സ്പാൻഷനോട് നടന്നു കഴിയുമ്പോൾ ഏകദേശം 40,000 മെട്രിക് ടണ്ണ് കൂടി ഇവരുടെ കപ്പാസിറ്റിയിലേക്ക് ആഡ് ചെയ്യും. സോ ഇപ്പോൾ 1,60,000 മെട്രിക് ടൺ ഉള്ളതിൽ ഏകദേശം 1,35,000 മെട്രിക് ടണ്ണാണ് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ അതിന്റെ ഏകദേശം കപ്പാസിറ്റി ഓൾമോസ്റ്റ് ഫുൾ ആവാറായിട്ടുണ്ട്. 80-85% ഇവർ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ചെയ്യാറുണ്ട്. സോ അതിപ്പം 2 ലക്ഷത്തിലേക്ക് മാറാൻ പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓൾറെഡി ഇപ്പോൾ കപ്പാസിറ്റി ആവശ്യത്തിനുണ്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള. ഈ ഫിനാൻഷ്യൽ ഇയർ ഏകദേശം അടുത്ത ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ് വരെയുള്ള കപ്പാസിറ്റി ഏകദേശം ഇവർക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. ഇനി അതേപോലെ കമ്പനി 2 പുതിയ പ്ലാന്റുകൾ കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. 1 ഗുജറാത്തിലാണ്. സോ അത് വന്നു കഴിയുമ്പോൾ അതും അതേപോലെ തന്നെ 1 ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൽ വരുന്ന ഹെവി മെറ്റൽസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. അതേപോലെ ഗുജറാത്തിൽ വരുന്ന PEB ബേസ്ഡ് ആയിട്ടുള്ള പ്ലാനാണ്. സോ ഇത് രണ്ടും വന്നതിന് ശേഷം ആന്ധ്രാപ്രദേശിലെ പ്ലാന്റിൽ നിന്ന് ഏകദേശം 300 കോടിയുള്ള റവന്യൂലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതേപോലെ ഗുജറാത്തിലെ പ്ലാന്റിൽ വരുമ്പോൾ PB സെക്ടറിലേക്ക് ഏകദേശം 1000 കോടി രൂപയോളം റവന്യൂ ഗ്രോത്തിലേക്ക് ആ പ്ലാന്റിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവർ ക്യാപെക്സ് ചെയ്യുന്നുണ്ട്. ഏകദേശം 200 കോടിയാണ് ഇവർ ക്യാപെക്സ് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ ഇയർ തന്നെ ഏകദേശം ഒരു 150 കോടി അടുത്ത് സ്പെൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓൾറെഡി Q1 അവർ 40 crores സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ക്യാപെക്സിലേക്ക്. സോ നല്ല രീതിയിൽ ഗ്രോത്ത്, ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞത്, ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ ക്യാപെക്സ് കമ്പനികൾ ചെയ്യുന്നത്. ഇവർ മെയിനായിട്ട് 3-4 രീതിയിലാണ് പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നത്. ഒന്ന്, ഇവർക്ക് റൂഫിംഗ് സൊല്യൂഷൻ ഉണ്ട്. പിന്നെ അതേപോലെ സ്റ്റീലിൻ്റെ തന്നെ സീലിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്ലോർ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്ലോർ എന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റോറേഡ് ആയിട്ടുള്ള ബിൽഡിംഗ് വരുമ്പോഴത്തേക്ക് അവിടെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുകളിൽ താഴെയായിട്ട് ഈ സ്റ്റീലിൻ്റെ, നമ്മൾ നോർമലി കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ ഈ സ്റ്റീലിൻ്റെ ഇവരുടെ മെറ്റൽ കംപ്ലീറ്റ് ആയിട്ട് പേവ് ചെയ്യും. അതിനുശേഷം അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഈ മെറ്റൽ അവിടെ നിന്ന് റിമൂവ് ചെയ്യില്ല, അത് അവിടെ തന്നെ കീപ്പ് ചെയ്യും. സോ അതാണ് ഒരു പ്രൊഡക്റ്റ്. പിന്നെ സീലിംഗും പിന്നെ റൂഫിങ്ങും, ഈ 3 ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേറെ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ പ്രൈമറി ഫ്രെയിമിംഗ് സ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് പ്രൈമറി ആയിട്ട് വേണ്ട മെയിൻ പില്ലേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സെക്കൻഡറി ആയിട്ട്, അതായത് ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫ്രെയിംസിന് വേണ്ടി സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്ന മെറ്റൽസ് ഇവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് മൊത്തത്തിൽ ഇവർ PEB സെക്ടറിലുള്ള മൊത്തം സാധനം അസംബിൾ ചെയ്യാനായിട്ട് തേർഡ് പാർട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അതായത് സൈറ്റിലെ വർക്ക് വേറെ ആൾക്കാർക്ക് വേണമെങ്കിൽ ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ ഇവർ പ്രൊവൈഡ് ചെയ്യും. അതല്ലാതെ കംപ്ലീറ്റ് ഫുൾ പ്രൊജക്ട് എടുത്ത് ഇവർ ചെയ്യാറുണ്ട്. സോ അതാണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്നത്. മാർജിൻസ് കൂടുതൽ കിട്ടുന്നത് അവർക്ക് അതിൽ നിന്നിട്ടാണ്. സോ ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ബിസിനസ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ കമ്പനിയുടെ കയ്യിൽ 1,700 കോടി രൂപയുടെ ഓർഡർ ബുക്ക് അവൈലബിൾ ആണ്. അവരവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഓർഡർ മാത്രമേ എടുക്കാറുള്ളൂ. സോ ഇപ്പോഴത്തെ കപ്പാസിറ്റി ഏകദേശം 2,000 കോടി രൂപ വരെ ഉള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഇപ്പം അവർ എക്സ്പാൻഷന് ശേഷം അവർക്ക് എത്തുക. സോ അതുകൊണ്ട് തന്നെ അതിനുള്ളിലുള്ള ഓർഡർ ബുക്ക് മാത്രമേ അവരെ എടുക്കാറുള്ളൂ. അതേപോലെ തന്നെ ഇവർക്ക് 2 പൈപ്പ് ലൈൻ 1 പൈപ്പ് ലൈൻ 2 ഇവർ ഓർഡേഴ്സ് ഉണ്ട്.
പൈപ്പ് ലൈൻ 1 ഏകദേശം 2500 കോടി രൂപയുടെ ഓർഡർ ബുക്ക് ഇവർക്കുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ ഇവർ കൊട്ടേഷൻ കൊടുത്ത ഓർഡേഴ്സ് ആണ് അത്. അതിൽ ഓർഡേഴ്സ് കംപ്ലീഷൻ ആയിട്ടില്ല എന്ന് വെച്ചാൽ അവർ ഇവരുമായിട്ട് എഗ്രിമെന്റിൽ എത്തിയിട്ടില്ല. പക്ഷേ അതിലൊരു 25% നോർമലി കൺവേർഷൻ നടക്കാറുണ്ടെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. 2500 കോടിയാണ് അതിലുള്ളത്. പിന്നീട് ഒരു പൈപ്പ് ലൈൻ 2 ഉണ്ട്. അതിൽ ഏകദേശം 4000 കോടിയുടെ ഓർഡേഴ്സ് ഉണ്ട്. സോ അത് ഇപ്പോൾ ജസ്റ്റ് ഇവരോട് എൻക്വയറി മാത്രം വന്നിട്ട് ഇവരതിന് കൊട്ടേഷൻ കൊടുത്തിട്ടില്ല, എസ്റ്റിമേറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ അതിന്റെ കൺവേർഷൻ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് ഏകദേശം 1 to 1.5 വർഷത്തിനടുത്ത് സമയം എടുക്കും. അതേസമയം പൈപ്പ് ലൈൻ 1 ഏകദേശം 8 to 9 മാസത്തിനുള്ളിൽ കൺവേർട്ട് ആവുമെങ്കിൽ കൺവേർട്ട് ആകാറുണ്ടെന്നാണ് പറഞ്ഞത്. സോ നല്ല രീതിയിൽ അപ്പോൾ ഇവർക്ക് ഓർഡേഴ്സ് ഉണ്ട്. പിന്നെ മാനേജ്മെന്റ് അത് തന്നെയാണ് പറയുന്നത്, ഓർഡേഴ്സിന് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ ആ ഒരു കൺസേൺ അവിടെ ഇല്ല. ഇവർ ജിൻഡാൽ സ്റ്റീലുമായിട്ട് ഒരു എഗ്രിമെന്റ് എത്തിയിട്ടുണ്ട്. മൾട്ടി സ്റ്റോറിഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ പണിയുമ്പോഴത്തേക്ക് അവിടത്തേക്കുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഇവർ ആന്ധ്രാപ്രദേശിലെ പുതിയൊരു പ്ലാന്റ് പ്ലാൻ ചെയ്യുന്നതും. അത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ Q1, Q2 ആ സമയത്താണ് ഇത് കംപ്ലീഷൻ ആവുക. സോ അത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ അവിടുന്ന് മെറ്റീരിയൽ ഇവർക്ക് തന്നെ സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ മോൾഡ് ടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ഇവർ എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, എക്സ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. മോൾഡ് ടെക് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള കമ്പനികളെ ഇവിടുത്തെ കമ്പനികളുടെ ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികളാണ്. സോ അവർ കൊണ്ടുവരുന്ന ഓർഡേഴ്സിന് അവർക്ക് കമ്മീഷൻ ബേസിലാണ് അവർ വർക്ക് ചെയ്യുന്നത് ഇവരുടെ കൂട്ടത്തിൽ. സോ അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടിലേക്ക് ഇവർ പയ്യെ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഫുൾ ഓൺ എക്സ്പോർട്ടിലേക്ക് ഇപ്പം അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അവർ ആ ടോപ്പ് ലൈനിലേക്ക് അതിന്റെ കോൺട്രിബ്യൂഷൻസ് ഒന്നും പറയുന്നില്ല. ഇപ്പോൾ വളരെ ചെറിയ എമൗണ്ട് മാത്രമേ ടോപ്പ് ലൈനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അതേപോലെ 2 കൺസേൺസ് ആണ് എനിക്ക് ഇവരെ പറ്റിയുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇവരുടെ എബിറ്റ മാർജിൻസ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 9.4 ഉണ്ടായിരുന്നു. ഇപ്പം ഈ Q1 8.3 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. മാനേജ്മെന്റിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് Q2ഉം Q1ഉം ഏകദേശം മാർജിൻസ് കുറവായിരിക്കും. Q3, Q4 ആകുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുമെന്നും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിനെ കഴിഞ്ഞ് കൂടുതൽ എബിറ്റ മാർജിൻ വരുമെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. സോ അത് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്പനിയുടെ എബിറ്റ ഗ്രോത്ത് എന്ന് പറയുന്നത് 16% കാണിച്ചിരിക്കുന്നത്. റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് 25%, പ്രോഫിറ്റ് ഗ്രോത്ത് 40% ആണ്. സോ എബിറ്റയിൽ ഓൾറെഡി റവന്യൂ 25% കൂടിയിട്ടും എബിറ്റ 16-17% കൂടിയിട്ടുള്ളൂ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അതർ എക്സ്പെൻസുകൾ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന് ഈ ക്വാർട്ടറിലേക്ക് വരും, കഴിഞ്ഞ Q1 നിന്ന് ഈ Q1 വരുമ്പോൾ അതർ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഓൺ സൈറ്റിൽ വരുന്ന എക്സ്പെൻസ്, അവിടെ വരുന്ന ലേബർ എക്സ്പെൻസ്, അവിടെ യൂസ് ചെയ്യുന്ന മെഷീനറീസിന് വേണ്ടി ചിലവാകുന്ന എക്സ്പെൻസ്, അതുപോലെ ഈ ഫ്ലൈറ്റ്, അതായത് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. സോ ഇതിൽ നല്ല രീതിയിൽ കൂടുതൽ വന്നിട്ടുണ്ട്. അത് മാനേജ്മെന്റിനോട് ചോദിക്കുമ്പോൾ അവർ ക്ലിയർ ആയിട്ടുള്ള ആൻസർ അല്ല പറയുന്നത്. അത് കൂടുതലായിട്ട് സെയിലും റവന്യൂ കൂടുതലായിട്ട് ബിസിനസ് വരുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ ആ രീതിയിൽ എല്ലാ ക്വാർട്ടറിലും കൂടി കഴിഞ്ഞാൽ എബിറ്റ മാർജിൻ കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇവിടെ 40% പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു കൺസേൺ ഉണ്ട്. കാരണം 40% പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുമ്പോഴും ഇവരുടെ അതർ ഇൻകം ഈ പ്രാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഏകദേശം 3 times ആയിട്ടുണ്ട്. കഴിഞ്ഞ Q1 ഏകദേശം 3 കോടി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 9.6 crores ഇവരുടെ 9.6 crores ആണ് ഇപ്പോൾ ഇവരുടെ അതർ ഇൻകം എന്ന് പറയുന്നത്. സോ അതിൽ 2.5 കോടി രൂപ എന്ന് പറയുന്നത് ഇവർ ഗവൺമെന്റുമായിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു. അതിൽ ഇവർക്ക് അനുകൂലമായിട്ട് വിധി വന്നിട്ട് അതിൽ നിന്ന് 2.5 കോടി എമൗണ്ട് ഇവർക്ക് വന്നിരുന്നു. അതേപോലെ ഒരു 2.5 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയ ഇൻകം ആണ്. അതായത് IPOയിൽ വന്ന ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ കിട്ടിയ ഫിക്സഡിൽ കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് 2.5 കോടി. സോ അത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവരുടെ പാർട്ടി ഗ്രോത്ത് എന്ന് പറയുന്നത് 15% ഉള്ളൂ. സോ ഇതേ ഫീൽഡിൽ തന്നെയുള്ള ഇപാക്കിന്റെയും അതേപോലെ M&Bയുടെയും ഗ്രോത്തിൽ അവർ റവന്യൂ ഗ്രോത്തിനെ കഴിഞ്ഞ് മുകളിൽ അവർ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഗ്രോത്ത് വരുന്നുണ്ട്, നല്ല ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നുണ്ട്. ആ സെയിം ടൈമിൽ ഈ കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നില്ല. സോ അതൊരു കൺസേണിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ ഇവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് 25% ആണ്. മാനേജ്മെന്റ് ഗൈഡ് ചെയ്തത് 17.5% ആയിരുന്നു കഴിഞ്ഞ ക്വാർട്ടർ വരെ. സോ അവർ ഇപ്പോൾ അതിൽ കൂടുതൽ എന്തായാലും പെർഫോം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അറൗണ്ട് ഒരു 20% നമുക്ക് റവന്യൂ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇവർ 20% റവന്യൂ ഗ്രോത്തും അതേപോലെ ഈ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടാത്തത് ഒരു കൺസേൺ തന്നെയാണ്. പിന്നെ ഇവരുടെ PE റേഷ്യോനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ PE ഇപ്പോൾ 30ക്ക് മുകളിലാണ്. ഫോർവേഡ് PE എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 26-27 വരാൻ സാധ്യതയുണ്ട്. നമ്മളിവിടെ സംസാരിച്ച 3 കമ്പനികളുടെയും ഫോർവേഡ് PE 26-27 ആ ഒരു രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ റവന്യൂ ഗ്രോത്ത് 20%, നമ്മൾ പറഞ്ഞ M&Bയുടെ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്ന 25% ആണ് മിനിമം. അതേപോലെ ഈ പാക്കിന് നമ്മൾ 30-35% ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇവരുടെ 2 പേരുടെ M&Bയുടെയും ഈ പറഞ്ഞ ഇന്റർ ആർക്കിന്റെ റിസൾട്ട് വരാനുണ്ട്. സോ അത് രണ്ടും ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ക്വാർട്ടറിൽ ഈ 3 പേരും എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഇവരുടെ 3 പേരുടെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ആ 3 റിസൾട്ടോടെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം.